ഹലോ മക്കളെ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഉത്ഗ്രഥനം, അതായത് മലയാളവും EVSും കൂടിയിട്ടാണല്ലോ ഉത്ഗ്രഥനം. അതിൻ്റെ 1ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഒരു ദിവസം 1ാം ദിവസം 5 ആക്ടിവിറ്റീസാണ്, 5 പ്രവർത്തനങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകണേ. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും ഈ ചങ്ങായി വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പോൾ ചങ്ങായി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ടു വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം, കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിൽ എത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ. പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞിപ്പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇതു കണ്ട അമ്മ പൂമ്പാറ്റ മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. എൻ്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. ഇതാണ് നിങ്ങൾക്ക് തന്നൊരു കുഞ്ഞു കഥ. ഈ കഥ വായിച്ചിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? മിന്നാമിനുങ്ങ്. നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? കരഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? കുഞ്ഞു പൂമ്പാറ്റകൾ. എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ. താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. ഈസിയാണല്ലോ, നിങ്ങൾക്ക് സ്വയം പേരിടേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് മിന്നാമിനുങ്ങിൻ്റെ സഹായം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മഴക്കാലം എന്ന് വേണമെങ്കിലും പേര് കൊടുക്കാം കേട്ടോ. പ്രവർത്തനം 2, സംഭാഷണം. പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം എഴുതുക. അപ്പോൾ ആദ്യം മിന്നാമിനുങ്ങ് ചോദിക്കുകയാണ് കുഞ്ഞു പൂമ്പാറ്റയോട്, എന്താ കരയുന്നത്? കുഞ്ഞു പൂമ്പാറ്റ, ഇരുട്ടായതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഓക്കെ. മിന്നാമിനുങ്ങ്, വിഷമിക്കണ്ട, ഞാൻ വീട്ടിലെത്തിച്ചു തരാം. കുഞ്ഞു പൂമ്പാറ്റ, നീ വന്നത് നന്നായി. മിന്നാമിനുങ്ങ്, എൻ്റെ വെളിച്ചം കണ്ടു വന്നോളൂ. കുഞ്ഞു പൂമ്പാറ്റ, വളരെ നന്ദി. ഇങ്ങനെ ഒരു സംഭാഷണം നമുക്കിവിടെ എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത പ്രവർത്തനം 3 ഡയറി എഴുതലാണ്. ആരുടെ ഡയറിയാണ്? അപ്പോൾ ഡയറി എപ്പോഴും വരുന്ന ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഡയറിയോ ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കും, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആവാം. നിങ്ങളുടെ പിറന്നാൾ ദിവസത്തെ ഡയറി ആകാം. പക്ഷേ ഇവിടെ എഴുതേണ്ടത് അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. ഇവിടെ അമ്മ പൂമ്പാറ്റയുടെ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതുക. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഡയറി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചെറിയ ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കാം കേട്ടോ. ഇന്ന് നല്ല മഴയായിരുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? തേൻ കുടിക്കാൻ പോകാൻ വൈകി. മഴ കുറഞ്ഞപ്പോൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി.
തേൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയായി. ഇരുട്ടായപ്പോൾ കുഞ്ഞുങ്ങൾ പേടിച്ചു കരഞ്ഞു. അപ്പോഴാണ് ഒരു മിന്നാമിനുങ്ങ് വന്നത്. അപ്പോൾ അവളെ കണ്ടത് ഭാഗ്യമായി. അവൾ ഞങ്ങളെ വീട്ടിലെത്തിക്കാൻ സഹായിച്ചു. അവളുടെ വെളിച്ചമുണ്ടായതുകൊണ്ട് കുട്ടികൾ പേടിക്കാതെ പറന്നു വന്നു. നന്ദിയുണ്ട് മിന്നാമിനുങ്ങേ. ഇങ്ങനെ നമുക്കൊരു ഡയറി എഴുതാം. ഇനി പ്രവർത്തനം 4, ജലസ്രോതസ്. ഓക്കെ. കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. രാത്രി വന്ന് ഉറങ്ങിയതാണ് അല്ലേ? അപ്പോൾ കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എൻ്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. ആമയുടെ ഈ താമസ സ്ഥലം ഏതായിരിക്കും? കുഞ്ഞനാമ താമസിക്കുന്ന സ്ഥലം നോക്കൂ. ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ്? ഒരു കുളമാണ് അല്ലേ? ഈ കുളം കാണാൻ കുഞ്ഞനാമ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയതാണ്. അപ്പം നമുക്കിവിടെ കുളം എന്ന് എഴുതി കൊടുക്കണം. താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. ജലസ്രോതസ് എന്ന് നടുവിൽ കൊടുത്തിടത്തേക്ക് ജലസ്രോതസ്സുകളിൽ നിന്നും ഓരോ വര കൊണ്ട് യോജിപ്പിക്കണം. മുകളിൽ തന്നെ ഉണ്ട് കിണർ. കിണറിനെ ജലസ്രോതസ്സിലേക്ക് വര കൊണ്ട് യോജിപ്പിക്കുക ഇതേപോലെ. പിന്നെ തോട്, പുഴ, കടൽ, തടാകം, ഇത്രയും ആണ് ജലസ്രോതസ്സുകൾ ഇതിലുള്ളത്. ഓക്കെ. അപ്പോൾ എല്ലാവരും വര കൊണ്ട് യോജിപ്പിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. അധികം പേർക്കും അറിയാവുന്ന ജലസ്രോതസ്സ് കുളമാണ് അല്ലേ? അപ്പം നമുക്ക് കുളത്തിനെ കുറിച്ച് എഴുതാം. എൻ്റെ നാട്ടിൽ ധാരാളം കുളങ്ങളുണ്ട്. ഗ്രാമപ്രദേശത്താണെങ്കിൽ നല്ലോണം കുളങ്ങൾ ഇപ്പോൾ അടുത്തൊക്കെ ഉണ്ടാകും. എൻ്റെ നാട്ടിൽ ധാരാളം കുളങ്ങളുണ്ട്. ഇനി ഒരു കുളമുള്ളെങ്കിൽ അങ്ങനെ എഴുതാം, എൻ്റെ നാട്ടിലൊരു കുളമുണ്ട്. കുളത്തിൽ മീൻ, തവള, നീർക്കോലി, ഞണ്ട്, പായൽ എന്നിവ ഉണ്ട്. കുളിക്കാനും അലക്കാനും കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നു. മഴക്കാലത്ത് കുളം നിറഞ്ഞൊഴുകും. ഇങ്ങനെയാണ് നമ്മൾ ഈ കുളത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഇത് ഒരു ജലസ്രോതസ്സാണ്. പ്രവർത്തനം 5, മാന്ത്രിക പേപ്പർ. ഒരു മാന്ത്രിക പേപ്പറിനെ കുറിച്ചാണ് അടുത്തത്. മാന്ത്രികം എന്ന് പറഞ്ഞാൽ അറിയാലോ, മാജിക് പേപ്പറാണ്. ക്ലാസ്സിൽ ചെയ്ത പരീക്ഷണം കണ്ടല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ ഈ പരീക്ഷണം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ പരീക്ഷണത്തിൻ്റെ പേരായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് മാന്ത്രിക പേപ്പർ എന്ന് തന്നെയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പാത്രം, ഒരു ഗ്ലാസ്, വെള്ളം, പേപ്പർ. പരീക്ഷണം ചെയ്യുന്ന വിധം: ഒരു പാത്രത്തിൽ പകുതി വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ്സിൽ ഒരു പേപ്പർ ചുരുട്ടി വയ്ക്കുക. ഗ്ലാസ് പാത്രത്തിലെ വെള്ളത്തിലേക്ക് കമിഴ്ത്തുക. ഇനി എൻ്റെ കണ്ടെത്തൽ എന്നുള്ള ഭാഗത്ത് എന്താണ് എഴുതേണ്ടത്? ഗ്ലാസ്സിനുള്ളിലെ പേപ്പർ നനഞ്ഞില്ല. വെള്ളത്തിലേക്ക് കവുത്തിയിട്ടും ആ പേപ്പർ നനഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണ്? ഗ്ലാസ്സിൽ വായു ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് അങ്ങോട്ട് കയറാൻ സ്ഥലമില്ല. അപ്പോൾ ഗ്ലാസ്സിൽ വായു ഉള്ളത് കൊണ്ട് വെള്ളം കയറിയില്ല. അതുകൊണ്ട് നമ്മുടെ പേപ്പർ നനഞ്ഞില്ല. മനസ്സിലായല്ലോ? ഇതുവരെയാണ് 1-ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ. 1-ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഇനി 2-ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എക്സാം എഴുതിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.